രാസലഹരി അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ വയറ്റിൽ MDMA എന്ന ഒരു സ്ഥിരീകരണം വരികയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും. ചേതൻ സാജൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം കോഴിക്കോട് നിന്നും. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. തുടക്കത്തിൽ ഈ സംഭവം പുറത്തേക്ക് വരുന്ന ആ ഒരു തുടക്കത്തിൽ തന്നെ യുവാവ് MDMA വിഴുങ്ങി എന്ന നിലയിലായിരുന്നു പോലീസിനോട് പരാതി പറയുന്നതും. വീട്ടുകാർ തന്നെയാണ് ഈ ഫായിസിനെ പിടിച്ച താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നിലകളൊക്കെ പോലീസുമായി ബന്ധപ്പെട്ട് നടത്തുന്നതും. അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു MDMA ആണ് വിഴുങ്ങിയതെന്നൊരു സംശയം വീട്ടുകാർ പങ്കുവെക്കുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലൊക്കെ ചികിത്സ നടത്തുമ്പോൾ എന്തോ ഒരു തരി രൂപത്തിലുള്ള ഒരു വസ്തു ഫായിസിൻ്റെ വയറ്റിലുണ്ട് എന്ന ഒരു കണ്ടെത്തലുണ്ട്. പക്ഷേ MDMA എന്നൊരു സ്ഥിരീകരണം വന്നിട്ടില്ലായിരുന്നു. MDMA വയറ്റിനുള്ളിൽ ചെന്ന് ആ കവർ പൊട്ടി ഒരാൾ മരിച്ച ഒരു സംഭവം കൂടെ നമ്മളുടെ മുന്നിലൊക്കെ ഉണ്ട്. നമ്മൾ മറന്നു പോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് അത് കോഴിക്കോട് തന്നെയാണ് അത് സംഭവിച്ചത്. ആ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള, അതായത് എങ്ങനെയെങ്കിലും ഈ യുവാവിൻ്റെ വയറ്റിൽ ചെന്നത് എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ ആ രാസലഹരി പുറത്തെടുക്കാനുള്ള മെച്ചപ്പെട്ട ചികിത്സകളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഡോക്ടർമാർ എന്താണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട? തീർച്ചയായും മിനിഷ, കഴിഞ്ഞ ദിവസമാണ് ഈ രാസലഹരി വിഴുങ്ങി എന്ന സംശയത്തെ തുടർന്ന് ഈ താമരശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ഫായിസിൻ്റെ ഈ ചികിത്സാ റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ പ്രകാരം MDMA ആണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ SP ആയ KE ബൈജു ആണ് ഈ ഫായിസ് വിഴുങ്ങിയത് ഈ മാരകമായ MDMA എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. ഒപ്പം തന്നെ ഈ ഫായിസിനെ രക്ഷിക്കാനുള്ള എല്ലാവിധ വിദഗ്ധ ചികിത്സയും നൽകുകയാണ്. ഇപ്പോൾ ഫായിസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ ഉള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വീട്ടിൽ വെച്ച് ഫായിസ് ബഹളം വെക്കുകയായിരുന്നു. അസ്വാഭാവികമായ രീതിയിൽ തന്നെയായിരുന്നു ബഹളം വെച്ചത്. ഉടനെ തന്നെ സംശയം തോന്നിയ വീട്ടുകാർ പേടിച്ചു പരിഭ്രാന്തരായി നാട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഫായിസിനെ പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തി ഒരു മൽപ്പിടുത്തത്തിലൂടെയാണ് ഈ ഫായിസിനെ കീഴടക്കി കൊണ്ടുവന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഫായിസിൻ്റെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയത്. ആദ്യം തന്നെ ചെയ്തത് ഫായിസിനെ സമീപത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. പിന്നീടാണ് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. വെള്ളിയാഴ്ചയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് സ്കാനിങ് നടത്തിയത്. സ്കാനിങ്ങിലൂടെയാണ് വയറ്റിൽ എന്തോ ഒരു തരി പോലെയുള്ള ഒരു ഗ്രാന്യൂൾ പോലുള്ളൊരു രൂപം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് MDMA സംശയമൊക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഫായിസ് വിഴുങ്ങിയിട്ടില്ല, ഇത്തരം ലഹരി വിഴുങ്ങിയിട്ടില്ലെന്നുള്ള നിലപാടിലാണ് ഉറച്ചത്. പിന്നീടാണ് സംശയം തോന്നി സ്കാനിങ് ഒക്കെ നടത്തിയത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് റൂറൽ SP KE ബൈജു ഈ ഫായിസ് വിഴുങ്ങിയത് MDMA ആണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, രണ്ടാഴ്ചയായി ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ്. അതായത് താമരശ്ശേരിയിൽ വെച്ച് തന്നെ ഷാനിദ് എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ ഈ സമാനമായി MDMA വിഴുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വിദഗ്ധ ചികിത്സക്കാണ് ഈ ഫായിസിന് വിധേയനായിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം ഫായിസിൻ്റെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ടെന്നുള്ള മെഡിക്കൽ സംഘത്തിൻ്റെ അഭിപ്രായം മാനിച്ച് ഇപ്പോൾ ഈ ഫായിസിന് വേണ്ട ചികിത്സയൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. MDMA നീക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഫായിസിനെ സർജറി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും 2 മാസത്തോളമായി ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ്. ഏതായാലും ഫായിസിനെ ഈ ചികിത്സ നൽകി ഭേദമാക്കിയ ശേഷം മാത്രമായിരിക്കും കൂടുതൽ നിയമ നടപടികളേക്കൊക്കെ പോലീസ് അന്വേഷണ സംഘം കടക്കുക. വിനിഷ. ശരി, ചേതൻ സാജനാണ് വിശദാംശങ്ങൾ ഓരോന്നും നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും ഫായിസ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കണ്ടെത്തിയ രാസലഹരി പുറത്തെടുക്കാനുള്ള MDMA ആണ് എന്ന സ്ഥിരീകരണം വരുന്നുണ്ട്. അത് പുറത്തെടുക്കാനുള്ള ഒരു ചികിത്സാ ക്രമങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചേതനാണ് ഈ വിശദാംശങ്ങൾ പങ്കുവച്ചത്.